സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ഡിയോൺ ജോർജിന് നീതി നിഷേധിച്ച സ്കൂൾ മാനേജ്മെന്റിനെതിരെ ബി.ജെ.പി. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി.ജെ.പി. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് പറഞ്ഞു. റാഗിങ് നിരോധനം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള റാഗിങ്ങുകളൊക്കെ നടക്കാത്ത ഒരു ഏകദേശ സമയമൊക്കെയാണ് ഇപ്പോൾ. പക്ഷേ ഈ സ്കൂളിൽ ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും മർദ്ദനമേറ്റ് ഹോസ്പിറ്റലൈസ്ഡായിട്ട് ഇന്ന് 11 ദിവസമായി. 11 ദിവസമായിട്ടും ഈ കാര്യത്തിന് വേണ്ടി സ്കൂൾ അധികൃതർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി പി. ശ്യാംരാജ് ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥിക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. റാഗിംഗ് നിയമം ഉൾപ്പെടുത്തി ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണമെന്നും എം.എൽ.എ. ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും ബി.ജെ.പി. ആരോപിച്ചു. സ്കൂൾ മാനേജ്മെന്റ് ഗൗരവകരമായ ഇടപെടൽ നടത്തിയില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു. 11 ദിവസമായ സംഭവം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 30-ാം തീയതി ആണ് സംഭവം ഉണ്ടായത്. 31-ാം തീയതി വൈകുന്നേരമാണ് പേടിച്ച് പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല. 31-ാം തീയതി വൈകുന്നേരം രാത്രിയാണ് എൻ്റെ അനിയനോട് സംഭവം പറയുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവൻ അങ്ങനെ പറയില്ല. ഇത് കാരണം കുമ്പിട്ട് നിർത്തി പുറത്തിനും തലയ്ക്കും അടി ചെയ്തത്. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളെ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്തു, പലരെ സ്കാൻ ചെയ്തു. പിന്നെ പുറമേഖല മാറുള്ള അവർക്ക് ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ പാടപ്പുറത്ത് പുറത്ത് കുഴമ്പിട്ട് തിരുമ്പയും മറ്റേ കിഴിപ്പിക്കലേക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ സംഭവം ഒരു മാതാപിതാക്കൾക്കും അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെന്തെങ്കിലും ശിക്ഷാ നടപടികൾ വേണം. ഈ ടോയ്ലറ്റിലേക്ക് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും സെപ്പറേറ്റ് ടോയ്ലറ്റാണ്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കുള്ള ടോയ്ലറ്റിലേക്ക് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ വരാൻ പാടില്ല. അത് അവിടെ അതൊക്കെ CC ക്യാമറയിൽ കാണാം. അപ്പോൾ അത് അതിക്രമിച്ച് വന്ന് ഇവന് മനഃപൂർവ്വം നൽകാൻ വേണ്ടി അതിക്രമിച്ച് വന്നാണ്. ഇനിയും അത് ഈ കേരളത്തിൽ നിന്നുള്ള സംഭവം ആവർത്തിക്കരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്. ലിഷ രാജേഷ്, PR രാഗേഷ്, P. അനിൽകുമാർ, മാതാപിതാക്കളായ ജോജോ വർഗീസ്, V. വിനി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.